നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് വാട്സപ്പാണ്. ഒരു ദിവസം ഒരുപാട് തവണ നോക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. നമ്മുടെ സ്വകാര്യതയായിട്ടുള്ള ഒരുപാട് ചാറ്റുകളും ഒരുപാട് സംഭവങ്ങളും അടങ്ങിയതാണ് ഈ വാട്സപ്പിൽ. ഈ വാട്സപ്പിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫോണിന്റെ സുരക്ഷയ്ക്കും നമ്മുടെ പ്രൈവസിയെ സംരക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പാർട്ട് 1 വാട്സപ്പിനെ കുറിച്ച് 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പാർട്ട് 2 ആണ്. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴത്തെ വീഡിയോ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒട്ടും നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം വലതുവശത്ത് കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എന്നുള്ള ഭാഗം എടുക്കുക. അക്കൗണ്ട് എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ഈ ഒരു സംഭവം എല്ലാവരും എനേബിൾ ചെയ്തിരിക്കണം. ഇനിയിപ്പോൾ എനേബിൾ ചെയ്തവരാകട്ടെ നിങ്ങളും ഇത് സ്കിപ്പ് ചെയ്യരുത്. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇത് ടൂൺ ഓൺ ചെയ്തതിന് ശേഷം നിങ്ങളൊരു നമ്പർ കൊടുത്ത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എല്ലാവരും ചെയ്യും. ഒട്ടുമിക്ക ആളുകളും ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ വെരിഫിക്കേഷൻ കൊടുത്തു, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുത്തു, കൺഫേം ആയിട്ട് വീണ്ടും കൊടുത്തു. ശേഷം ഇനിയാണ് ഈ ഭാഗത്ത് പ്രധാനപ്പെട്ടൊരു ഭാഗമാണിത്. ഈ ഭാഗം എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോവാറുണ്ട്. നിങ്ങളിവിടെ തീർച്ചയായിട്ടും നിങ്ങളൊരു ഇമെയിൽ ID കൊടുക്കണം. കാരണം ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ എനിക്ക് മുമ്പ് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ പാസ്വേഡ് മറന്നുപോയി, അത് റിക്കവർ ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇമെയിൽ ID കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ കൊടുത്തോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യം പ്രത്യേകം പറയുന്നത്. ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ഇമെയിൽ ID തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ പാസ്വേഡ് മറന്നു പോയാൽ നമുക്ക് ഈ ഒരു ഇമെയിൽ വഴി തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഭാഗം സ്കിപ്പ് ചെയ്യരുത് ആരും. അടുത്ത കാര്യം, ബാക്ക് വന്നതിന് ശേഷം നമുക്ക് പ്രൈവസിയിലോട്ട് കിടക്കാം. പ്രൈവസിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നോട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ എവരി1 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ എപ്പോഴാണ് ഓൺലൈനിൽ നിന്ന് പോയത്, എപ്പോഴാണ് ഉണ്ടായിരുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. മൈ കോൺടാക്റ്റ് എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും ഏതൊക്കെ സമയത്താണ് നമ്മൾ ഓൺലൈനിൽ ഉണ്ടായിരുന്നതെന്നൊക്കെ. എന്നാൽ മൈ അക്സെപ്റ്റഡ് കോൺടാക്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺടാക്റ്റ് മാത്രം, നമ്മുടെ വാട്സപ്പ് നോക്കാത്ത ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെയിം ആസ് ലാസ്റ്റ് സീൻ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ഉണ്ടായിരുന്ന സമയം ആർക്കും കാണിക്കുകയില്ല. ആ ഒരു കോൺടാക്റ്റ് ഒഴിച്ച് വേറെ ഒരാൾക്കും നമ്മൾ എപ്പോഴാണ് ഓൺലൈനിൽ നിന്ന് പോയത് എന്ന് ഒരാൾക്കും കാണാൻ സാധിക്കുകയില്ല. എവരി1 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും നമ്മൾ ഓൺലൈനിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടാതെ തന്നെ തൊട്ട് താഴെ പ്രൊഫൈൽ ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് എവരി1 ആയിരിക്കും ഉണ്ടാവുക. മൈ കോൺടാക്റ്റ് എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ മൈ കോൺടാക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് മാത്രം സെലക്ട് ചെയ്ത് വെക്കാനായിട്ടും സാധിക്കും. അതെ, എബൌട്ട് എന്നുള്ള ഭാഗം ഇത് നോബഡി ചെയ്ത് വെക്കലാണ് ഏറ്റവും ഉത്തമം. കാരണം നമ്മുടെ പ്രൈവസി ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നോബഡി കൊടുത്തു കഴിഞ്ഞാൽ അത് ആർക്കും കാണാൻ സാധിക്കുകയില്ല. പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് ഇവിടെ ഗ്രൂപ്പ്സ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എവരി1 ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മൈ കോൺടാക്റ്റോ അല്ലെങ്കിൽ മൈ കോൺടാക്റ്റ് അക്സെപ്റ്റഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനോ കൊടുത്തിരിക്കണം. കാരണം എവരി1 കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പിലേക്കും നിങ്ങളെ ആർക്കും ആഡ് ചെയ്യാൻ കഴിയും. ഇത്തരത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇല്ലീഗലായിട്ടുള്ള ഗ്രൂപ്പിലൊക്കെ ആരെങ്കിലും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ആ ഗ്രൂപ്പിൽ നമ്മൾ എക്സിറ്റ് പോയി കഴിഞ്ഞാലും നമ്മൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു എന്നതിന് തെളിവ് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രധാനമായിട്ടും മൈ കോൺടാക്റ്റോ മൈ അക്സെപ്റ്റഡ് കോൺടാക്റ്റോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിചയമില്ലാത്ത നമ്മുടെ വാട്സപ്പ് അധികം നോക്കാത്ത ആരുടെയെങ്കിലും ഒരു നമ്പർ കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ടിക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വേറെ ഒരാൾക്കും ഗ്രൂപ്പിലേക്ക് ഇയാൾ ഒഴിച്ച് വേറൊരാൾക്കും നമ്മളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ കഴിയുകയില്ല. ഏതെങ്കിലും ഒരു ലിങ്ക് വിട്ട് തന്നാൽ മാത്രമേ നമ്മൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ആവുകയുള്ളൂ. അപ്പോൾ അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ചാറ്റിലും നോട്ടിഫിക്കേഷനിലും ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ വീഡിയോയുടെ ലെങ്ത് വർദ്ധിച്ചത് കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി 3-ാം പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതിൻ്റെ 3-ാം പാർട്ട് നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. കാരണം വീഡിയോ 5 മിനിറ്റിൽ കൂടിക്കഴിഞ്ഞാൽ ആരും വീഡിയോ കാണുന്നില്ല, സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. തലയും വാലും കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവുകയില്ല. ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ടെക്നോളജിയെ കുറിച്ചാണ്. ഇന്ന് നിരവധി
ആളുകൾ പല കെണിയിലും ചെന്ന് ചാടാറുണ്ട്. 2 ദിവസം മുമ്പ് 24 ന്യൂസ് ചാനലിലൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടു. ലോൺ ആപ്ലിക്കേഷനിലൂടെ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ അകപ്പെട്ടതും, അതോടൊപ്പം തന്നെ ഇതിന്റെ മുമ്പ് ഞാൻ പലതവണ ഇതിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ടെക്നോളജി വീഡിയോ കാണുന്നില്ല, കാണാറ് വളരെ കുറവാണ്. നിങ്ങൾ തീർച്ചയായിട്ടും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് തീർച്ചയായിട്ടും ഇത് കാണേണ്ടത്. നമ്മൾ പല ചതികളിലും ചെന്ന് ചാടും. നമ്മുടെ പ്രൈവസിയെ കാത്തു സൂക്ഷിക്കേണ്ടത് നാം തന്നെയാണ്. നമ്മുടെ ഫോണിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രൈവസി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളത്, നമ്മുടെ ബാങ്കിങ്ങും മറ്റുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുക. അതുകൂടാതെ തന്നെ ഞാൻ ചെയ്യുന്ന ടെക്നോളജി അറിവുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഫേവറേറ്റ് കൂടി എനേബിൾ ചെയ്യുക. എന്നൊരു വീഡിയോയുമായി കാണാം. ബൈ.